യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ദ്ര, ഇതെന്താ സർപ്രൈസ് ആയിട്ട്? വാ, അകത്തേക്ക് വാ. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. എന്താ ഇന്ദ്ര, നിനക്ക് എന്താ പറ്റിയേ? പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഇന്ദ്ര, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ചു പറ. എങ്കിൽ വ്യക്തമായിട്ട് തന്നെ പറയാം. എന്തിനാ നിന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വന്നത്? രവി അവിടെ വന്നതിന്റെ പേരില് ഞാനും സത്യനും തമ്മിൽ സംസാരം വരെ ഉണ്ടായി. അയാൾക്ക് എന്താ അതിന്റെ കാര്യം? ഞാനും രവിയും തമ്മിൽ ഒരു ഇടപാടുമില്ല. ഓ, രവിയുടെ കാര്യമായിരുന്നോ? അത് നേരിട്ട് ചോദിച്ചോ, അതല്ലേ നല്ലത്. ഇന്ദ്രനെ, അകത്തേക്ക് വാ. അതെ, ചോദിക്കാൻ തന്നെയാ വന്നത്. രവി എവിടെ? വാ, കാണിച്ചു തരാം. രവിയേട്ടാ, രവിയേട്ടാ, രവിയേട്ടാ ഒന്ന് എഴുന്നേക്ക്. രവിയേട്ടാ, രവിയേട്ടനെ കാണാനേ ഒരാള് വന്നിരിക്കുന്നു. എനിക്ക് ആരെയും കാണണ്ട, ഒരാളെയും കാണണ്ട. വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. ഇതാ അവസ്ഥ. രവിയേട്ടനെ പറഞ്ഞു നിർത്താനോ നിയന്ത്രിക്കാനോ എനിക്ക് കഴിയാറില്ല. രവിയുടെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിലും ദയനീയ അവസ്ഥയിലാ ഞാൻ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഇങ്ങനെ വിട്ടാ മതിയോ? വേണം, കണ്ടേ മതിയാവൂ. അതിന് പക്ഷേ ഇന്ദ്രൻ മനസ്സ് വെക്കണം. എന്താണ് രവിയേട്ടന്റെ പ്രോബ്ലം എന്ന് എത്ര തവണ ഇന്ദ്രനോട് പറഞ്ഞതാ? ഹർഷേ, നീ വിചാരിക്കുന്ന അവസ്ഥയിലല്ല ഞാനിപ്പോ. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കിടയിൽ എന്ത് പരിമിതിയാ ഇന്ദ്ര ഉള്ളത്? നിനക്കെല്ലാം ഉണ്ട്. ഭാര്യ, കുഞ്ഞ്, നല്ലൊരു ബിസിനസ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കെന്താ ഉള്ളത്? എന്റേതെന്ന് പറയാൻ എനിക്കൊരു കുഞ്ഞു പോലും ഇല്ല. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് ഹർഷ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നാമത് ആവശ്യത്തിലധികം പ്രശ്നത്തിലാണ് ഞാൻ. എന്ത് പ്രശ്നം? നിനക്ക് എന്താ പ്രോബ്ലം? എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഇല്ല ഹർഷ, അതിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കറിയില്ലേ അമ്മ എനിക്ക് എന്താണെന്ന്? ആ അമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ല. അമ്മയും സോനിയും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. സത്യമാണോ? സത്യമാണോ നീ പറയുന്നേ? അവരിപ്പോ എവിടെയാ? ഞാൻ വേണമെങ്കിൽ സുശീലാന്റിയോട് സംസാരിക്കാം. ചേലാമ്പ്ര ഹൗസിംഗ് കോളനിയുടെ സമയത്തൊരു കൊച്ചു വീട്ടിലവരിപ്പോ. നീ വിഷമിക്കാതെ. സുശീലാന്റി കൂടെ ഇല്ലെങ്കിൽ നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും. നീ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല ഇന്ദ്ര. അത് മാത്രമല്ല, അനു പ്രഗ്നന്റ് ആണ്. ഈ അവസ്ഥയിൽ അവളെയും തള്ളിക്കളയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്നറിയാതെ ഉരുക ഞാൻ. ഓ, അങ്ങനെയൊരു വിശേഷമുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പെൺകുഞ്ഞിനെ നിനക്ക് കിട്ടും. അതിനെന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും. അതൊന്നും അല്ലല്ലോ ഹർഷ ഇപ്പോഴത്തെ പ്രശ്നം. രവിയുടെ ഈ അവസ്ഥയല്ലേ. ഇതിന്ന് എങ്ങനെയെങ്കിലും രവിയെ പുറത്തു കൊണ്ടുവരണം. അതെ, കൊണ്ടുവന്നേ മതിയാവൂ. ഇന്ദ്രൻ വിചാരിച്ച എല്ലാം നടക്കും. പക്ഷേ ഇന്ദ്രൻ മനസ്സ് വെക്കണം. ഒരു
ബിസിനസ്, അത് രവിയേട്ടന്റെ സ്വപ്നം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം ഉണ്ടായാ രവിയേട്ടൻ മാറും. അതിന് ഇന്ദ്രൻ മനസ്സ് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ ഹർഷേ, ചില കാര്യങ്ങളിൽ ഞാൻ നിസ്സഹായനാ. ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ പോണോ ഇന്ദ്ര? ഹർഷ പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. എടോ ഒന്നേ, ഇതെന്താ ചോദിക്കാതെ പറയാതെ ഇടിച്ചു കയറി പോന്നേ? ഇതൊരു ഓഫീസല്ലേ? ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതാ. ഭാര്യയും ഭർത്താവൊക്കെ അങ്ങ് വീട്ടില്. ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ട് പറയാം. ഓ, അപ്പോ നീയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ആ, തൽക്കാലം ഞാനാണെന്ന് കരുതിയാൽ മതി. ഞാൻ ചോദിച്ചിട്ട് വരുന്നത് വരെ താൻ ഇവിടെ തന്നെ നിൽക്കണം. മാഡം, നിങ്ങളുടെ ഭർത്താവ് കാണാൻ വന്നിട്ടുണ്ട്. എനിക്കിപ്പോ ആരെയും കാണാൻ പറ്റില്ല, തിരക്കാം. തിരികെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ശരി മാഡം, ഞാൻ പറഞ്ഞു ആ വിട്ടോളാം. ശരി. അതെ, മാഡം തിരക്കില്ല, ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചു പോയിക്കോ. ഇത് കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ അവളുടെ ഭർത്താവാ. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ കാണാൻ പറ്റണം. എന്നോട് പോവാൻ പറയാൻ താനാരടോ? മാറിക്കിടകൊണ്ടു. താൻ എന്തായി കാണിക്കുന്നത്? ഇപ്പൊ അകത്തേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവൾ എന്റെ ഭാര്യ. ഞാൻ അവളെ കണ്ടിട്ടേ പോവും. മാറല്ലേ പറഞ്ഞത്? തന്നോടല്ലേ മാറാൻ പറഞ്ഞത്? ഇങ്ങോട്ട് മാറണം. അയ്യോ, അയ്യോ വിനേട്ടാ, വിനേട്ടാ എനിക്ക് കൈയെടുക്കടി. എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. കണ്ടടം നിരങ്ങി കിടക്കുന്ന നീയൊക്കെ എന്നെ തൊട്ടാലേ എന്റെ ദേഹം പൊള്ളൂ. അത്ര കഴുക്കാ നീ. നീ കാവല് നിർത്തിയിരിക്കുന്നവനെ എന്നെ ഒന്നും നിന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല. ഓടി എന്റെ മുമ്പിൽ. ഒന്ന് എഴുന്നേപ്പിച്ചേക്ക്. പറഞ്ഞ ഉടൻ കയറി പോടാ നോക്കി അവള്. ആ ഞാൻ എണീപ്പിച്ചോളാം. അതേശം വിട്ടോ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ? ഇവളെയൊക്കെ കല്യാണം കഴിച്ച് തീറ്റിപ്പോറ്റി എല്ലാം വാങ്ങിക്കൊടുത്ത് ഒടുക്ക ജോലി കിട്ടിയപ്പോ നമ്മൾ ആരും അല്ലാതാവും. തോന്നിയ വാസത്തിന് ഓരോന്ന് ചെയ്തു തുടങ്ങും. ആ എനിക്കും മനസ്സിലാവുന്നുണ്ട് സാർ. ഭൂരിപക്ഷം പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സാറിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. താങ്ക് യു. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. എന്താ പേര്? ദിലീപ്. ആ, നല്ല പേര്, എനിക്കിഷ്ടായി. ആ സാറൊന്ന് വന്നേ.